അവിടെ തെറ്റ് ചെയ്യുന്ന മനുഷ്യരെ മാറ്റി നിർത്താനോ തെറ്റ് ചെയ്യുന്ന മനുഷ്യരെ ക്രൂശിക്കാനോ തെറ്റ് ചെയ്യുന്ന മനുഷ്യരോട് നിരാശയുടെ സംസാരം സംസാരിക്കാനോ അല്ല വിശുദ്ധ ഖുർആൻ ശ്രമിക്കുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ അഭിസംബോധന ചെയ്യുന്നത് ഒരുപാട് പാപങ്ങൾ ചെയ്ത, ഒരുപാട് തെറ്റുകൾ ചെയ്ത മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നത് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുൽ നബിയേ നീ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് ധാരാളം തെറ്റ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട അടിമേ. അപ്പൊ തെറ്റ് ചെയ്ത മനുഷ്യരെ അള്ളാഹു വിളിക്കുന്നത് പ്രിയപ്പെട്ട എൻ്റെ അടിമേ എന്നതാണ്. ഒരുപാട് തെറ്റ് ചെയ്ത മനുഷ്യരെ, അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് ധാരാളം തെറ്റ് ചെയ്ത മനുഷ്യരെ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടരുത് കേട്ടോ. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുഴുവൻ പാപങ്ങളെയും അല്ലാഹു പുറത്തു തരും നിങ്ങൾക്ക്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു പാപങ്ങൾ പുറത്തു തരുന്നവനാണ്, കാരുണ്യവാനാണ്. അപ്പൊ നമ്മൾ അല്ലാഹുവിനോട് ചെയ്ത പാപങ്ങളെ ആത്മാർത്ഥമായി നമ്മുടെ നമസ്കാരങ്ങൾക്ക് ശേഷം, നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങളിലെ സുജൂദുകളിൽ വളരെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി മനസ്സിൽ തട്ടി നാം ചെയ്ത പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമെന്നാണ്. അപ്പോൾ അല്ലാഹുവുമായി ബന്ധപ്പെട്ട പാപങ്ങളെ പുറത്തു തരാനുള്ള ഒരവസരമാണ് വിശുദ്ധ റമളാൻ. മറ്റൊന്ന് മനുഷ്യരുമായി ബന്ധപ്പെട്ട തിന്മകളാണ്, മനുഷ്യരുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ്. മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റുകളും ഇടപാടുകളും തിന്മകളും പുറത്തു ലഭിക്കണമെങ്കിൽ അത് ആരോടാണോ നാം ചെയ്തിട്ടുള്ളത് അവരോട് തന്നെ ആ കാര്യം നാം സംസാരിക്കണം. നാം തമ്മിലുള്ള ബന്ധങ്ങളിൽ, നാം തമ്മിലുള്ള ഇടപാടുകളിൽ, നാം തമ്മിലുള്ള ക്രയവിക്രയങ്ങളിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോട് നമ്മൾ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. മനുഷ്യരുമായി ബന്ധപ്പെട്ടത് മനുഷ്യർ തമ്മിൽ പറഞ്ഞു തീർക്കണമെന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നുണ്ട്. ഈ കർമ്മങ്ങളെ അല്ലാഹു സ്വീകരിക്കുമ്പോൾ അല്ലാഹുവുമായി നാം ചെയ്ത പാപങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, പോരായ്മകൾ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുതെല്ലാം നമുക്ക് പുറത്തു തരും. നമ്മുടെ പ്രാർത്ഥനകളിലൂടെ, നമസ്കാരത്തിന് മുൻപ് നാം നിർവഹിക്കുന്ന നമ്മുടെ ഉളുവിലൂടെ, ഉളുവിന് ശേഷമുള്ള നമ്മുടെ പ്രാർത്ഥനകളിലൂടെ അല്ലാഹുവുമായി ബന്ധപ്പെട്ടതെല്ലാം അല്ലാഹു നമുക്ക് പുറത്തു തരും. എന്നാൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട തിന്മകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, പോരായ്മകൾ, ഇതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, ഉത്റുകൂ ഹാദൈനി, ആ മനുഷ്യരെ നിങ്ങൾ മാറ്റി നിർത്തുക, ഹത്താ യസ്തലിഹാ, അവർ നന്നായി വരട്ടെ. അവർ നന്നായതിനു ശേഷം അവരുടെ നന്മകളെ സ്വീകരിച്ചാൽ മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത്, മനുഷ്യരുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ, ക്രയവിക്രയങ്ങളിൽ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ആലോചിക്കണം. മനുഷ്യരുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം. അവിടെ നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ മാതാപിതാക്കൾ നമ്മെ നൊന്തു പ്രസവിച്ച് നമ്മുടെ ജനനത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും സ്വപ്നം കണ്ട് നമ്മെ നോക്കി വളർത്തിയ മാതാപിതാക്കളോട് പിണങ്ങിയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. എന്തൊരു കാര്യത്തിന്റെ പേരിലായാലും മാതാപിതാക്കളോട് പിണങ്ങിയവർ, അവരുമായി ബന്ധം വിച്ഛേദിച്ചവർ, അവരെ കാണുമ്പോൾ മനസ്സറിഞ്ഞ് സംസാരിക്കാത്തവർ, അവരെ സന്ദർഭത്തിനനുസരിച്ച് സന്ദർശിക്കാത്തവർ, അവരോട് മാന്യമായ കാര്യങ്ങൾ സംസാരിക്കാത്തവർ, അവരുടെ പ്രവർത്തനങ്ങളിൽ സന്തോഷം കണ്ടെത്താത്തവർ, അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. കാരണം മാതാവ് എന്ന നിലക്ക്, പിതാവ് എന്ന നിലക്ക് അവരോട് ഏറ്റവും നല്ല ബന്ധം പുലർത്തണമെന്നത്
വിശുദ്ധ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി കൽപ്പിച്ച ഒന്നാണ്. മക്കളോട് പിണങ്ങി നടക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകും, മരുമക്കളോട് സ്വരച്ചേർച്ചയില്ലാതെ ജീവിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകും. അവരുടെ തൃപ്തിയും അവരുടെ പൊരുത്തവും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ സമ്മതത്തോടു കൂടിയാണ് നമ്മുടെ ആൺകുട്ടികൾ വിവാഹം കഴിക്കുന്നത്. നമ്മുടെ സമ്മതത്തോടു കൂടിയാണ് നമ്മുടെ വീടുകളിലേക്ക് അവരെ കൊണ്ടുവരുന്നത്. നമ്മുടെ ആൺകുട്ടി ഒരു പിതാവിൽ നിന്നൊരു വലിയിൽ നിന്ന് ബലിഷ്ഠമായ ഒരു കരാറിലൂടെ മഹർ നൽകി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ്. ആ മരുമക്കളോട് ഏറ്റവും മാന്യമായ രൂപത്തിൽ വർത്തിക്കുക എന്നത് മാതാപിതാക്കളുടെ കടമയാണ്. മക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുക എന്നത് മാതാപിതാക്കളുടെ കടമയാണ്. നമ്മുടെ മക്കളിലുള്ള പോരായ്മകൾ, നമ്മുടെ മക്കളിലുള്ള ന്യൂനതകൾ അത് പറഞ്ഞ് തിരുത്തി ഏറ്റവും നല്ല വഴിയിലേക്ക് നമ്മുടെ മക്കളെ വളർത്തേണ്ട ബാധ്യത അത് മാതാപിതാക്കൾക്കാണ്. പുതിയ കാലത്ത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഓരോ ദിവസവും നാം കേൾക്കുന്ന വാർത്തകൾ എങ്ങനെയാണ്? ഒരു 17 വയസ്സിന് താഴെയുള്ള എത്ര മക്കളാണ് മാരകമായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് സർക്കാർ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഒന്നുകൂടി ശാക്തീകരിച്ചതിന് ശേഷം 18 വയസ്സിന് താഴെയുള്ള എത്രയോ മക്കളെ പിടിക്കപ്പെടുന്നു. അതിനു മുകളിലുള്ള എത്രയോ ചെറുപ്പക്കാരെ മാരകമായ മയക്കുമരുന്നുകൾ കൈവശം വെച്ചതിന്റെ പേരിൽ പിടിക്കപ്പെടുമ്പോൾ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നമുക്ക് വലിയ ദൗത്യമുണ്ട്. നമ്മുടെ മക്കളെ നമുക്ക് നമ്മുടെ മരണം വരെ, അവരുടെ മരണം വരെ, നമ്മുടെ മരണാനന്തര ശേഷവും കൺകുളിർമയിൽ കാണാൻ മാന്യമായി മക്കളെ വളർത്തുക എന്നത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്കുള്ള സഞ്ചാരം എപ്പോഴാണ് വീട് വിട്ടിറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്? ഓരോ സമയത്തും ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമസ്കാരത്തിന് വേണ്ടി അവർ പള്ളിയിലേക്ക് പോകുന്നുണ്ടോ? അവരുടെ കൂടെ നടക്കുന്ന കൂട്ടുകാർ ആരാണ്? അവർ മൊബൈൽ ഫോണുകളിലൂടെ കാണുന്നത് എന്താണ്? ഇതിനെക്കുറിച്ചൊക്കെയുള്ള ജാഗ്രതകൾ മാതാപിതാക്കൾ എന്ന നിലക്ക് നമുക്ക് വേണം. നമ്മൾ കേവലം നമ്മുടെ ബാധ്യത അവസാനിപ്പിക്കുന്ന തരത്തിൽ നമ്മൾ മക്കൾക്ക് ജന്മം നൽകി ഇനി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് നാം മറുപടി പറയേണ്ടി വരും. മക്കളോട് നമുക്ക് ബാധ്യതകളുണ്ട്, കടപ്പാടുകളുണ്ട്. അയൽവാസികളോട് പിണങ്ങിക്കഴിയുന്ന ആളുകളുണ്ട്, അയൽവാസികളോട് പിണക്കത്തോടു കൂടി കഴിയുന്നവരുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നത് അയൽവാസി എന്നതാണ്. ആ അയൽവാസിക്ക് മതമില്ല, ആ അയൽവാസിക്ക് ജാതിയില്ല, ആ അയൽവാസിക്ക് നിറമില്ല. അയൽവാസിയാണോ ആ അയൽവാസിയോട് മാന്യമായി പെരുമാറണം. അത് മുസ്ലിം ആണെങ്കിലും മുസ്ലിം അല്ലെങ്കിലും നമ്മുടെ അയൽവാസിയായി കഴിയുന്നവരോട് ഏറ്റവും നന്നായി വർത്തിക്കുക എന്നത് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ബാധ്യതയാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്, നിങ്ങളെ തൊട്ട് നിങ്ങളുടെ അയൽവാസി നിർഭയത്വമുണ്ടാകുന്നതുവരെ നിങ്ങൾ മുസ്ലിമാകുകയില്ല എന്നതാണ്. നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ സമീപനം കൊണ്ട്, നമ്മുടെ അവരുമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് അവർക്കെന്തെങ്കിലും ഒരു ഭയത്തിന്റെ, ഒരു പ്രയാസത്തിന്റെ, ഒരു ഈർഷ്യതയുടെ, ഒരു മനസ്സിനൊരു ടെൻഷന്റെ അവസ്ഥ നമ്മുടെ അയൽവാസികൾക്കുണ്ടെങ്കിൽ നാം മുസ്ലിം അല്ല എന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അയൽവാസികളോട് ഏറ്റവും മാന്യമായി വർത്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്റെ അടുത്തു വന്നുകൊണ്ട് അയൽവാസികളോടുള്ള ബാധ്യത നിരന്തരമായി ഉത്ബോധിപ്പിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിചാരിച്ചു പോയി എന്നാണ്, അയൽവാസികൾക്കെങ്ങാനും അനന്തര സ്വത്ത് കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം അത്രത്തോളം ജിബ്രീൽ അലൈഹിസ്സലാം അയൽവാസികളോട് നന്മയിൽ വർത്തിക്കണമെന്നത് എന്നോട് ഉപദേശിച്ചു കൊണ്ടേയിരുന്നു എന്നതാണ്. അതുകൊണ്ട് റമദാനിൽ വ്രതമനുഷ്ഠിച്ച് അയൽവാസികളോട് പിണങ്ങിക്കഴിയുന്നവർ, പ്രിയപ്പെട്ടവരെ, അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ നാം ഭയപ്പെടേണ്ടതുണ്ട്. നമുക്കാരോടും പിണങ്ങാൻ, നമുക്കാരോടും തെറ്റാൻ, നമുക്കാരോടും ബന്ധം വിച്ഛേദിക്കാൻ, ഇനി ഞാൻ അയാളോട് സംസാരിക്കില്ല എന്ന് തീരുമാനിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയില്ല. പലപ്പോഴും ആളുകൾ പറയാറുള്ളത് പക എന്നത് അത് വീട്ടാനുള്ളതാണ് എന്നാണ്. പകയാണോ? അത് വീട്ടാനുള്ളതാണ്, അത് തീർക്കാനുള്ളതാണ്. അത് അവരുമായി കൊണ്ട് പക അവസാനിപ്പിക്കാനുള്ള, വീട്ടാനുള്ള, തീർക്കാനുള്ള
അവസരം വന്നെത്തുമ്പോൾ അതിൽ സന്തോഷിക്കുന്നവരാണ് മനുഷ്യർ. എന്നാൽ മതം പറയുന്നത് അതല്ല. മതം പഠിപ്പിക്കുന്നത്, വിശുദ്ധ ഇസ്ലാം പറയുന്നത്, മനുഷ്യരോട് നിങ്ങൾക്ക് പകയുണ്ടാകരുത്, നിങ്ങൾക്ക് വിദ്വേഷമുണ്ടാകരുത് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അയൽവാസികളോടുള്ള ബാധ്യതകൾ ഏറ്റവും നന്നായി പുലർത്താൻ ഈ വിശുദ്ധ റമദാനിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ റമദാൻ എന്നത് വിശുദ്ധ ഖുർആനിന്റെ മാസമാണ്. റമദാൻ എന്നത് വിശുദ്ധ ഖുർആനിന്റെ മാസമാണ്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാൻ എന്നത് ഖുർആനിന്റെ മാസമാണ്. ഖുർആൻ അവതീർണമായ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് വിശുദ്ധ റമദാൻ. ആ ഒന്നാം ആകാശത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഓരോ സന്ദർഭത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് 23 വർഷം കൊണ്ടാണ് ഖുർആനിന്റെ അവതീർണത പൂർത്തിയാക്കുന്നത്. ആ ഖുർആനുമായി നമുക്ക് നല്ല ബന്ധം വേണം. ആ ഖുർആനിന്റെ ആശയം, ആ ഖുർആനിന്റെ അർത്ഥം അത് പഠിക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുകയുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നാം ഈ അടുത്ത വാർത്ത, ഒരാഴ്ച മുൻപ് നാം വായിച്ച ഒരു വാർത്തയുണ്ട്. എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ പ്രസിദ്ധനായ ഒരു നെഫ്രോളജിസ്റ്റ്, ആ നെഫ്രോളജിസ്റ്റ് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നൊരു കുറിപ്പ് കണ്ടെത്തി. ആ കുറിപ്പിലുള്ളത്, ഞാൻ ഇത്രയും കാലം ഏറ്റവും നന്നായി ഓപ്പറേഷൻ നടത്തിയിരുന്നു, ഇപ്പോൾ എന്റെ കൈകൾ വിറക്കുന്നു, എനിക്ക് ഓപ്പറേഷൻ നടത്താൻ കഴിയുന്നില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹം ലോകത്തെ നെഫ്രോളജിസ്റ്റുകളിൽ 3-ാം സ്ഥാനമാണ് അദ്ദേഹത്തിന് ലോകത്ത്. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് അവാർഡുകൾ അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിന് ഒരു പ്രയാസം വന്നപ്പോഴേക്ക്, പഴയതുപോലെ രോഗികളെ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥ വന്നപ്പോഴേക്ക് അദ്ദേഹം ആത്മഹത്യയെ കുറിച്ച് ആലോചിക്കുകയാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. ഈ ജീവിതം എന്നത് ഇവിടെ എന്തു പ്രയാസവും ഉണ്ടാകാം, ഇവിടെ ആരോഗ്യമുള്ള അവസ്ഥയുണ്ടാകാം, ഇവിടെ രോഗമുള്ള അവസ്ഥയുണ്ടാകാം, ഇവിടെ സന്തോഷമുണ്ടാകാം, ഇവിടെ സങ്കടമുണ്ടാകാം, ഇവിടെ മക്കളുണ്ടാകാം, ഇവിടെ മക്കളില്ലാതിരിക്കാം, ഇവിടെ ആൺകുട്ടികളെ ലഭിക്കാം, ഇവിടെ ആൺകുട്ടികളെ ലഭിക്കാതിരിക്കാം, ഇവിടെ പെൺകുട്ടികൾ ഉണ്ടാകാം, ഇവിടെ പെൺകുട്ടികളില്ലാതിരിക്കാം. ഇങ്ങനെ പ്രയാസങ്ങളുടെ, രോഗങ്ങളുടെ, കഷ്ടപ്പാടിന്റെ, നഷ്ടങ്ങളുടെ അവസ്ഥ ഈ ദുനിയാവിൽ ഉണ്ടാകും. മനുഷ്യരെന്താണ് ചെയ്യേണ്ടത്? ഖുർആൻ പറഞ്ഞു, അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, നിങ്ങൾക്കൊരു ദുരിതം ബാധിക്കുമ്പോ, നിങ്ങൾക്കൊരു പ്രയാസം ബാധിക്കുമ്പോ, നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷണം ബാധിച്ചാൽ, ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, ഞങ്ങളുടെ മടക്കവും അല്ലാഹുവിലേക്കാണ്. അതാണ് ഉലൈക അലൈഹിം സ്വലവാത്തും മിൻ റബ്ബിഹിം വറഹ്മ, അവരുടെ മേലാണ് അല്ലാഹുവിന്റെ കാരുണ്യമുള്ളത്, അവരുടെ മേലാണ് അല്ലാഹുവിന്റെ അനുഗ്രഹമുള്ളത്. വഉലൈക ഹുമുൽ മുഖ്തദൂൻ, അവരാണ് സന്മാർഗം പ്രാപിച്ചവർ. നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ക്ഷമിക്കുക എന്നത് ഒരു വിശ്വാസിക്ക് സ്വർഗമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുന്നത്? നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നത് ഖുർആൻ നാം മനസ്സിലാക്കി എന്നതുകൊണ്ടാണ്. അതാണ് ഖുർആനിന്റെ ആളുകളായാലുള്ള ലാഭം. ആ ഖുർആനിനെ അടുത്തറിയാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രയെത്ര ആളുകളാണ് വിശുദ്ധ ഖുർആനിനെ വിമർശിക്കാൻ വേണ്ടി, ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഖുർആൻ പഠിച്ച കുറെ ആളുകളുണ്ട്. അവരൊക്കെ അവസാനം ഇസ്ലാമിലേക്ക് വന്നെത്തുകയാണ് ചെയ്തത്. ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഖുർആൻ പഠിച്ചവർ ഇസ്ലാമിലേക്ക് വന്നെത്തി. കാരണം അവർ ഖുർആൻ പഠിക്കാൻ തുടങ്ങി. അത്രയും കാലം അവർ ആരൊക്കെയോ പറഞ്ഞത് കേട്ടിട്ടായിരുന്നു ഇസ്ലാമിനെ വിമർശിച്ചിരുന്നത്. കൂടുതൽ വിമർശിക്കാൻ വേണ്ടി ഖുർആനിന്റെ പരിഭാഷകൾ വായിച്ചു അവർ ഇസ്ലാമിലേക്ക് വന്നെത്തി. അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഹുദൽ ലിന്നാസ്, അത് സന്മാർഗമാണ് എന്നതാണ്. അത് സന്മാർഗമാണ്, അത് സത്യവും അസത്യവും മനുഷ്യർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഗ്രന്ഥമാണ്. അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഖുർആൻ വായിക്കണ്ടേ? കാറ്റ് സ്റ്റീവൻസ് എന്ന് പറയുന്ന ലോകം അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞൻ, ആ സംഗീതജ്ഞന് യൂറോപ്പിൽ നടന്ന ഒരു ഇസ്ലാമിക് എക്സിബിഷനിൽ നിന്ന്
അദ്ദേഹത്തിന്റെ സഹോദരൻ ഒരു ഖുർആനിന്റെ കോപ്പി കാറ്റ് സ്റ്റീവൻസിന് കൊണ്ടുപോയി കൊടുത്തു. അദ്ദേഹം ആ ഖുർആനിന്റെ കോപ്പി അദ്ദേഹം വായിക്കാൻ തുടങ്ങി. അദ്ദേഹം വായിച്ചു. അദ്ദേഹം പറയുന്നു, ഖുർആനിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ജോസഫിന്റെ ചരിത്രമാണ്. ആരാ ജോസഫ്? യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം. അദ്ദേഹം പറയുന്നത് എന്താണെന്നോ, ഞാൻ കേട്ടത്, ഞാൻ അറിഞ്ഞത്, ഇസ്ലാം എന്ന മതം വിദ്വേഷത്തിന്റെ മതമാണ്. ഇസ്ലാം എന്ന മതം വർഗീയതയുടെ മതമാണ്. ഇസ്ലാം എന്ന മതം തീവ്രവാദത്തിന്റെ മതമാണ്. ഇസ്ലാം എന്ന് പറയുന്ന മതം അത് പ്രതികാരത്തിന്റെ മതമാണ് എന്നാണ് ഞാൻ കേട്ടിരുന്നത്. എനിക്ക് എന്റെ സഹോദരൻ കൊണ്ടുവന്ന് തന്ന ഖുർആനിന്റെ പരിഭാഷ ഞാൻ വായിച്ചു. അതിൽ യൂസുഫിന്റെ ചരിത്രം, ജോസഫിന്റെ ചരിത്രം ഞാൻ വായിച്ചു. അത് വായിച്ചപ്പോഴാണ് ചെറുപ്പത്തിൽ സഹോദരങ്ങൾ യൂസുഫ് നബി അലൈഹിസ്സലാമയോടുള്ള അസൂയ മൂത്ത് അദ്ദേഹത്തെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. സഹോദരങ്ങളുടെ നാട്ടിൽ ഭക്ഷണത്തിന് ക്ഷാമം വന്നു. ഇവർ ഭക്ഷണവും തേടി ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിലെത്തിയപ്പോൾ ഇവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ നൽകാൻ അവിടെ ഉണ്ടായിരുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാമയാണ്. അവർക്ക് മനസ്സിലായില്ല ഇത് യൂസുഫ് നബിയാണ് എന്ന്. എന്നാൽ യൂസുഫ് നബിക്ക് മനസ്സിലായി ഇത് സഹോദരങ്ങളാണ് എന്ന്. യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ പിതാവിനെ തന്നിലേക്ക് എത്തിക്കാൻ, സഹോദരനെ തന്റെ അടുത്ത് തടഞ്ഞു വെക്കാൻ ഒരു സൂത്രം പ്രയോഗിച്ചു. ഇവരുടെ ചരക്ക് പാത്രത്തിൽ, സഹോദരന്റെ ചരക്ക് പാത്രത്തിൽ അദ്ദേഹം അളവ് പാത്രം വെച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അളവ് പാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഞാൻ എല്ലാവരുടെയും ചരക്കുകൾ ഞാൻ നോക്കുകയാണ്. അദ്ദേഹം നോക്കിയപ്പോ സഹോദരന്റെ ചരക്ക് പാത്രത്തിൽ നിന്ന് അളവ് പാത്രം ലഭിച്ചു. അത് ലഭിച്ചപ്പോൾ സഹോദരന്മാർ അവിടെ നിന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. സഹോദരന്മാർ പറഞ്ഞു, ഇവൻ മാത്രമല്ല, ഇവനൊരു സഹോദരൻ ഉണ്ടായിരുന്നു, അവനും കള്ളനായിരുന്നു. ആരെക്കുറിച്ചാ പറയുന്നത്? എത്രയോ കാലം മുൻപ് യൂസുഫ് നബിയോടുള്ള അസൂയ ഇപ്പോഴും സഹോദരന്മാരുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അവര് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർ പറയുന്നത്, ഇവൻ മാത്രമല്ല, ഇവനൊരു സഹോദരൻ ഉണ്ടായിരുന്നു, അവനും കള്ളനാണ് എന്നാണ് പറഞ്ഞത്. ഇത് കേട്ട യൂസുഫ് നബി എന്താ ചെയ്തത്? യൂസുഫ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, എനിക്ക് നിങ്ങളോട് യാതൊരു വിരോധവുമില്ല, എനിക്ക് നിങ്ങളോട് യാതൊരു വിദ്വേഷവുമില്ല, ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്യുന്നില്ല, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. ഈ ആയത്താണ് കാറ്റ് സ്റ്റീവൻസ് എന്ന ലോകം അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞൻ യൂസുഫുൽ ഇസ്ലാം എന്ന പേര് സ്വീകരിക്കാനുണ്ടായ കാരണം എന്താ? അദ്ദേഹം മനസ്സിലാക്കി, ഇസ്ലാം വർഗീയതയാണ്, ഇസ്ലാം തീവ്രതയാണ് എന്നാളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ്. ഇസ്ലാമിൽ എന്തില്ല? വർഗീയതയില്ല, ഇസ്ലാമിൽ പ്രതികാരമില്ല, ഇസ്ലാമിലുള്ളത് അനിർവചനീയമായ വിട്ടുവീഴ്ചയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. ഖുർആൻ അദ്ദേഹം പഠിക്കുന്നു, ഇസ്ലാമിലേക്ക് അദ്ദേഹം കടന്നു വരുന്നു. ഇന്നും നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇസ്ലാമിനെ കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ വെറുതെ പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനുവേണ്ടി ഇസ്ലാമിന്റെ ഓരോ പദങ്ങളെയും ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കുറച്ചു വർഷങ്ങളായി പറഞ്ഞു വരുന്ന ഒരു പദമാണ് ലവ് ജിഹാദ്. മുസ്ലിം യുവാക്കൾ അന്യമതസ്ഥരായ സ്ത്രീകളോട് പ്രണയം നടിച്ച്, സ്നേഹം നടിച്ച് അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത് ഇസ്ലാമിൽ ഒരു ജിഹാദാണ്, ഒരു പുണ്യമാണ് എന്ന് മുസ്ലിങ്ങളെ കുറിച്ച് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇസ്ലാമിലെ വിവാഹ നിയമം എന്താണ്? ഇസ്ലാമിലെ വിവാഹ നിയമം എന്നത്, വിവാഹം നടക്കണമെങ്കിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് മഹർ കൊടുക്കണം. വിവാഹം നടക്കണമെങ്കിൽ ഒരു പെൺകുട്ടിയുടെ പിതാവ് വലിയാകണം, രക്ഷാധികാരിയാകണം. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ പിതാവിന്റെ തൃപ്തിയില്ലാതെ, സന്തോഷമില്ലാതെ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പാടില്ല. എന്ന് മാത്രമല്ല, ഒരു മുസ്ലിം വിവാഹം കഴിക്കേണ്ടത് ഒരു മുസ്ലിമിനെയാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു ആളെ വിവാഹം കഴിച്ച് പിന്നെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്ന, പിന്നെ ഇസ്ലാമാക്കുന്ന ഏർപ്പാട് ഇസ്ലാമിലില്ല. ഇനി മുസ്ലിങ്ങളാണെങ്കിൽ പോലും അവരെ വിവാഹം കഴിക്കുമ്പോ നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത് ദീനുള്ളവരെയാണ്,
മതബോധമുള്ളവരെയാണ്. അങ്ങനെയാണ് നിങ്ങളുടെ വിവാഹം നടക്കേണ്ടത് എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. അവിടെയാണ് ഇസ്ലാമിനെതിരെയുള്ള തെറ്റിദ്ധാരണകൾ പലപ്പോഴും സമൂഹത്തിൽ ഉണ്ടാകുന്നത്. ഇതിന് ആളുകൾ വിശുദ്ധ ഖുർആൻ വായിക്കണം. വിശുദ്ധ ഖുർആനിനെ നമ്മൾ പഠിക്കണം. സമൂഹം പഠിക്കാൻ തയ്യാറാകണം. അപ്പോഴാണ് ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറുകയുള്ളൂ. ഇസ്ലാം എന്ന മതം സ്നേഹത്തിന്റെ മതമാണ്, സമാധാനത്തിന്റെ മതമാണ് എന്ന ആളുകൾക്ക് തിരിച്ചറിവുണ്ടാകുകയുള്ളൂ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഓരോ മനുഷ്യരോടുമുള്ള ബാധ്യതകൾ ഖുർആനിൽ കൃത്യം പറയുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചല്ലോ, മാതാപിതാക്കളോടുള്ള ബാധ്യതാ നിർവഹണം വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി കൊണ്ട് പറയുന്നുണ്ട്, വളരെ കണിശമായി കൊണ്ട് പറയുന്നുണ്ട്. അള്ളാഹുവിനോടുള്ള ബാധ്യതയും കടപ്പാടും കഴിഞ്ഞതിന് ശേഷം ഖുർആൻ പറയുന്നത് മാതാപിതാക്കളോട് മാന്യമായി വർത്തിക്കണമെന്നതാണ്. മാതാപിതാക്കളോടുള്ള ബാധ്യത ഇസ്ലാം പറയുന്നുണ്ട്. ഇസ്ലാമിൽ ഒരു ജിഹാദിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇസ്ലാമിൽ വലിയ ജിഹാദിനെ കുറിച്ച് പറയുന്നിടത്ത് അതിലെ ഒരു സ്ഥലം അസ്സാഇ അലൽ അർമിലതി വൽ മിസ്കീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ് എന്നതാണ്. അതാണ് ഇസ്ലാമിലെ ജിഹാദ്. ജിഹാദ് എന്നത് ആളുകൾ പലപ്പോഴും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പ്രയോഗിക്കപ്പെടുന്ന ജിഹാദ് എന്ന പദം, ആ ജിഹാദിനെ കുറിച്ച് വിശുദ്ധ ഇസ്ലാം പറയുന്ന സന്ദർഭങ്ങളിലെ ഒരു ജിഹാദ് അസ്സാഇ അലൽ അർമിലതി വൽ മിസ്കീൻ, വിധവയുടെ കാര്യത്തിനു വേണ്ടി ആരാണോ ഓടി നടക്കുന്നവൻ, പിതാവ് നഷ്ടപ്പെട്ട മക്കളുടെ കാര്യത്തിനു വേണ്ടി ആരാണോ ഓടി നടക്കുന്നവൻ, സാധുക്കളുടെ കാര്യത്തിനു വേണ്ടി ആരാണോ ഓടി നടക്കുന്നവൻ, അവൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, ദൈവീക മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. വിധവ എന്നാ പറഞ്ഞത്, മുസ്ലിമായ വിധവ എന്ന് പറഞ്ഞിട്ടില്ല. യതീം എന്നേ പറഞ്ഞിട്ടുള്ളൂ, മുസ്ലിമായ യതീം എന്ന് പറഞ്ഞിട്ടില്ല. പാവപ്പെട്ടവൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ, മുസ്ലിമായ പാവപ്പെട്ടവൻ എന്ന് പറഞ്ഞിട്ടില്ല. പിതാവ് നഷ്ടപ്പെട്ട മക്കൾ ആരാകട്ടെ, ആ മക്കളെ സംരക്ഷിക്കുന്നത്, അവരോട് മാന്യമായി വർത്തിക്കുന്നത്, അവർക്ക് ഭക്ഷണം നൽകുന്നത്, അവർക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നത്, അവരോട് ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്നത് ജിഹാദാണ്, ധർമ്മസമരമാണ് എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. വിധവ എന്നേ പറഞ്ഞിട്ടുള്ളൂ, ആ വിധവ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ടില്ല. ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീയാണോ, ആ സ്ത്രീക്ക് വേണ്ടി നന്മകൾ ചെയ്യുന്നത്, അവർക്ക് ഭക്ഷണം നൽകുന്നത്, അവർക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നത്, അവരുടെ മക്കളെ പോറ്റുന്നത്, അവരുടെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ജിഹാദാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പാവപ്പെട്ട മക്കളാണോ, മുസ്ലിമാണെന്ന് പറഞ്ഞില്ല. പാവപ്പെട്ടവനാണോ, ദരിദ്രനാണോ, ഒന്നുമില്ലാത്തവനാണോ, അവനു വേണ്ടി നന്മ ചെയ്യുന്നത് ജിഹാദാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ ജിഹാദ് എന്ന ധർമ്മസമരമെന്ന നല്ല ഒരു പദത്തെ എത്രത്തോളം മോശമായിട്ടാണ് സമൂഹം ചിത്രീകരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. പ്രിയപ്പെട്ടവരെ, അവിടെ മതം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാം ഈ നന്മകളെല്ലാം ചെയ്യുന്നത് ഈ ലോകത്താരുടെയെങ്കിലും പ്രശസ്തി ആഗ്രഹിച്ചുകൊണ്ടല്ല. നമ്മളോട് ഇങ്ങോട്ട് മോശമായി നിൽക്കുന്നവനോട് നാം നന്നായി അങ്ങോട്ട് പെരുമാറുന്നത്, നമ്മോട് ഇങ്ങോട്ട് വർഗീയമായി സംസാരിക്കുന്നവനോട് നാം അങ്ങോട്ട് സമാധാനത്തോടു കൂടി സംസാരിക്കുന്നത്, ഇങ്ങോട്ട് ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടി എല്ലാ മാധ്യമങ്ങളും മീഡിയകളും ഭൗതികമായ സംവിധാനങ്ങളും വെറുപ്പിന്റെ സംസാരങ്ങളും നടത്തുന്നവരോട് അങ്ങോട്ട് മാന്യമായി നിൽക്കുന്നത് ആരെയെങ്കിലും സോപ്പിടാനല്ല, മറിച്ചോ അള്ളാഹുവിന്റെ തൃപ്തിക്കു വേണ്ടിയാണ്. മതം അങ്ങനെ പഠിപ്പിച്ചു എന്നതുകൊണ്ടാണ്. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുൻപിൽ വിചാരണക്ക് നിൽക്കേണ്ടി വരുമെന്ന ബോധ്യം കൊണ്ടാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നാളെ അള്ളാഹു വിചാരണ ചെയ്യും. ആ വിചാരണ ചെയ്യുന്ന സമയത്ത് ലഘുവായ വിചാരണക്ക് വേണ്ടി റബ്ബിനോട് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നാം ദുആ ചെയ്യേണ്ടതുണ്ട്. റമദാനിൽ നാം നിർവഹിച്ച നന്മകൾ, ഒരുപാട് പുണ്യങ്ങൾ, അത് നമ്മിൽ നിന്ന് സ്വീകരിക്കുവാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. സ്വീകരിക്കണ്ടേ, അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കണ്ടേ? ആ പ്രാർത്ഥന കേൾക്കാൻ, നമ്മുടെ നന്മകൾ സ്വീകരിക്കാൻ, അള്ളാഹുവിന്റെ മുൻപിൽ വിചാരണ ചെയ്യുമ്പോ ലഘുവായ വിചാരണക്ക് വിധേയമാകാൻ അല്ലാഹുമ്മ, അല്ലാഹുവേ ഹാസിബിനി ഹിസാബൻ യസീറ, പടച്ചവനെ എന്നെ നീ ലഘുവായ വിചാരണക്ക് വിധേയനാക്കണം റബ്ബേ എന്ന് റബ്ബിനോട് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്.
നമ്മുടെ ആരാധനകളിൽ നമുക്കൊരിക്കലും മടുപ്പനുഭവപ്പെടാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. തറാവീഹ് നമസ്കാരം പലപ്പോഴും ആളുകൾ കുറഞ്ഞു പോകുന്നു. ആദ്യത്തെ ദിവസം 4ഉം 5ഉം സൊഫാണെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞാൽ അത് 4ഉം 3ഉം സൊഫിലേക്ക് ചുരുങ്ങുന്നു. മടുപ്പനുഭവപ്പെടാൻ പാടില്ല. ഒരു മാസമേ നമ്മുടെ മുൻപിലുള്ളൂ. അതിലേകദേശം പകുതിയോളം ദിവസത്തേക്ക് നാം എത്തി. ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വളരെ ആത്മാർത്ഥമായി തൗബ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ നടത്താൻ, പ്രാർത്ഥിക്കാൻ, വിശുദ്ധ ഖുർആനിനെ കുറിച്ചറിയാൻ, വിശുദ്ധ ഇസ്ലാമിനെ പഠിക്കാൻ, നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ഇതൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ പരലോക രക്ഷക്കാണ്. ഖുർആനും ഹദീസും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അതിനെക്കുറിച്ച് നാളെ പരലോകത്ത് വിചാരണയുണ്ടാകും, ഒരു സംശയമല്ല. അതുകൊണ്ട് പരമാവധി അള്ളാഹുവിലേക്ക് അടുത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പോലെ ജീവിച്ച് നന്മയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.